ഹലോ, ഞാൻ ലിബില്ലി. അപ്പോൾ ഞാനിന്നിപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ കുറച്ചേരമായി കാണുന്നു. അതായത് ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഹിന്ദിക്കാരൻ കണ്ടാന്ന് തോന്നുന്നു. കാരണം സംസാരിക്കുന്ന ഭാഷയൊന്നും മനസ്സിലാവില്ല. ഞാനിപ്പോൾ അത് ഏതൊരു ഹിന്ദിക്കാരൻ ഇങ്ങനെ ഇത് ഇട്ടു, അതായത് ഹിന്ദിക്കാരൻ വീഡിയോ ഇട്ടപ്പോൾ അതിൽ തംബ്നെയിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത് ഹിന്ദിയിലാണ്. പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതായത് ഏതൊരു ഹോസ്പിറ്റലിലെ ജീവനക്കാരി, റിസപ്ഷനിസ്റ്റ്. അപ്പോൾ അവരവിടെ കിടന്ന് സീനാക്കിയതും എന്തോ പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആ റിസപ്ഷനിസ്റ്റിൻ്റെ ആ ഹോസ്പിറ്റലിലെ ജീവനക്കാരിക്ക് ഭയങ്കര ഒരു ഹുങ്ക് പോലെ ഉണ്ട്. കാരണം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ആദ്യം കാണും. അത് കണ്ടു കഴിയുമ്പോൾ ഞാൻ അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. കാരണം കാണിച്ച് എന്തായാലും തെണ്ടിത്തരം തന്നെയാണ്. കാരണം ഹോസ്പിറ്റലിലെ ജീവനക്കാരിയാണെന്ന് വിചാരിച്ച് എന്തും ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നല്ല. നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കാണും, കണ്ട് ഞാൻ പറയാം. വീഡിയോ ഉണ്ടല്ലോ, അതായത് ഇതാണ് വീഡിയോ. തല്ലിയതൊക്കെ കുറച്ച് ക്രൂരായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അമ്മാതിരി തല്ലൊക്കെ തല്ലിയ ആ ഇത്തിരിയോളമുള്ള പെങ്കൊച്ച് ചിലപ്പോൾ ചത്തുപോയെന്ന് വരും. പിന്നെ അതൊക്കെ എന്തോ ആയിക്കോട്ടെ. പക്ഷെ അത് തല്ലാനുണ്ടായ കാര്യം അത് വേറെ കാര്യമാണ്. കാരണം ഈ വീഡിയോ തന്നെ വ്യക്തമാണ്. കാരണം ഇത് എന്തോ ഹോസ്പിറ്റലിൽ എന്തോ ക്യൂ നിൽക്കണ സംഭവം. കാരണം അതിൽ കുറേ കമൻറ്റുകൾ വന്നു. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ ലാസ്റ്റ് മനസ്സിലായതാണ് എന്തോ ഹോസ്പിറ്റലിൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തിനു വേണ്ടി ക്യൂ നിന്നപ്പോൾ ഈ അങ്ങനെ ഉണ്ടായ വാക്ക് തർക്കമാണ്. ക്യൂ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിപ്പോയോ അങ്ങനെ എങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒന്നും നമുക്ക് വ്യക്തമാവാത്ത കാരണം നമ്മൾ അതിനെക്കുറിച്ച് തർപ്പിച്ച് നമ്മൾ പറയല്ല. എന്തായാലും ഹോസ്പിറ്റലിലുണ്ടായ ഒരു വിഷയം, ആ വിഷയത്തിൽ ഈ ചെറുക്കൻ ഇങ്ങനെ ഷോ കാട്ടാൻ, അതായത് ക്യൂ ചിലപ്പോൾ തട്ടി കയറാൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പെണ്ണ് അത് സമ്മതിച്ചിട്ടുണ്ടാവില്ല. ഈ പെണ്ണ് അവൻ്റെ അടുത്തൊക്കെ ചൂടായി, അവനും തിരിച്ച് ചൂടായിട്ടുണ്ടാവും. അതൊക്കെ ആ വീഡിയോ നമുക്ക് കാണാമല്ലോ. അത് കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞ് ഇവനെ പുറത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നത് ഇവൻ്റെ അമ്മയും ആരാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു, ഇവൻ്റെ ബന്ധുക്കാർ ആരാണ്ടാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഈ പെണ്ണ് അത് കണ്ടു. അതായത് അവനെ പുറകിലോട്ട് കൊണ്ടുവന്നത് ഇവൻ്റെ ആരെങ്കിലും ആവുമല്ലോ. അപ്പോൾ അതൊന്നും വിചാരിച്ച് കൊണ്ടുപോയി ഒരു തല്ലിയതാണ്. മിക്കവാറും അവൻ്റെ അമ്മയൊക്കെ ആവാനാണ് സാധ്യത. കാരണം അവൻ്റെ അമ്മ ആവാനാണ് സാധ്യത. അപ്പോൾ അമ്മേനെ തല്ലിയിട്ട് പിന്നെ നോക്കിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് തന്നെ ആ ചെറുക്കൻ പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയതായിരിക്കുള്ളൂ. അപ്പോൾ അതായിരിക്കുള്ളൂ ആ ചെറുക്കൻ ചെയ്തത് തന്നെ. അപ്പോൾ എന്തായാലും കുറച്ച് കൂടിപ്പോയി എന്ന് പറയാം. പക്ഷെ അവൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവൻ ചെയ്തത് ശരിയാണ്. കാരണം അവൻ്റെ അമ്മേനെ കയറി ഇങ്ങനെ ഒരാൾ തല്ലിക്കഴിഞ്ഞാൽ തിരിച്ച് തല്ലണമല്ലോ. അത് അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ടൈപ്പ് നിയമം എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ. ഒരു പെണ്ണ് വന്നൊരു കേസ് കൊടുത്താൽ അവൻ്റെ ജീവിതം പോയി എന്ന് വേണമെങ്കിൽ വിചാരിച്ചാൽ മതി. അതിലേക്കൊന്നും ഞാൻ പോകല. എന്തായാലും ഇവിടുത്തെ ഒരു ഊമ്പിയ നിയമത്തിൻ്റെ ഒരു രീതിയാണത്. പെണ്ണുങ്ങൾക്ക് മാത്രം ഉള്ളൊരു പ്രിവിലേജും കാര്യങ്ങളില്ലേ, അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അവനൊന്ന് ആശ്വസിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കേസ് ആവണമെങ്കിൽ അവളെ തല്ലി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിൽ അവന് വേണമെങ്കിൽ ജയിലിൽ പോയി കിടക്കാം. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നിട്ട് പിന്നെ ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു കാര്യത്തിന് മാത്രം അവനൊരു സന്തോഷം കിട്ടും. എന്തായാലും അവൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ചെയ്തത് കുറച്ച് കൂടിപ്പോയോ എന്ന് സംശയമുണ്ട്. കാരണം ഇത്രയോളം ഇല്ലാത്തൊരു പെങ്കൊച്ചിനെ പിടിച്ച് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ചവിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നേരെ ഇങ്ങനെയൊക്കെ ഒരു ചവിട്ട് ആസ്ഥാനത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ല, ഓൺ ദ സ്പോട്ടിൽ ആ പെണ്ണൊക്കെ ചിലപ്പോൾ ചത്തുവീഴ്ന്ന് വരും. അപ്പം അതിൻ്റെ ഭാവി ഭവിഷ്യത്തൊക്കെ ചിലപ്പോൾ ഇപ്പം തന്നെ അനുഭവിക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഊമ്പിയ നിയമമാണ് ഇവിടെ ഇന്ത്യയിലുള്ളതെന്ന് പറഞ്ഞില്ലേ. അതായത് പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു നയമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് നോക്കാം, കാത്തിരുന്ന് കാണാം.
എന്തായാലും എനിക്കിപ്പോൾ കമൻറ്റ് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി, അറിയിച്ചു. ശരി.